ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട 1.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഉടുപ്പി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാണാം. ദർശനം കഴിഞ്ഞ് ഇതാ പുറത്തേക്കിരിക്കുന്നു. നല്ല തിരക്കായിരുന്നു. ആദ്യം ദർശനം കിട്ടുമെന്ന് തന്നെ പഠിച്ചു. പിന്നെ അകത്ത് കയറിയപ്പോൾ 500 രൂപയുടെ ഒരു സ്പെഷ്യൽ ദർശനം ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് അതിൽ ദർശനമൊക്കെ കഴിഞ്ഞ് എത്തി പ്രസാദമൊക്കെ ദർശനം കഴിഞ്ഞ് വന്നു. ദൈവമേ, കാല് ചുട്ട് പൊള്ളിട്ട് വയ്യ. ചെന്നൈയെ അപേക്ഷിച്ച് സൂപ്പർ ചൂടാണ് ഇവിടെ. ഞാൻ വിചാരിച്ചു മാംഗ്ലൂർ ഇത്ര ചൂട് കാണില്ല. നല്ല ചൂട്. കാല് നിലത്ത് വെക്കാൻ വയ്യ. ചെരുപ്പില്ലാതെ പോയതേ. അതുകൊണ്ട് കാലൊക്കെ പൊള്ളി വേഗം കാറിനകത്ത് കയറിയിരിക്കുകയാണ്. അമ്പലം നല്ല ദർശനമായിരുന്നു. 500 റുപ്പീസിൻ്റെ ഒരു സ്പെഷ്യൽ ദർശനമാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഞങ്ങളെ കൊണ്ട് വരാൻ പറ്റില്ല. അത് തന്നെ ഏകദേശം 1 അവർ എടുത്തു ഞങ്ങൾക്ക് ദർശനം കണ്ടു. എന്തായാലും ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനവും വളരെ സായോജ്യമേകി. അങ്ങനെ വീണ്ടും ഒരു രണ്ടാമത്തെ ഒരു അമ്പല ദർശനം മാംഗ്ലൂരിലെ രണ്ടാമത്തെ അമ്പല ദർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ദുർഗാക്ഷേത്രമാണ്. ശ്രീ ദുർഗാ പരമേശ്വരി, ബാപ്പനാട് ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം. വളരെ നല്ലൊരു അമ്പലവും അതിൻ്റെ ചുറ്റും പരിസരവും എല്ലാം കാണാൻ വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും മാംഗ്ലൂർ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു അമ്പല ദർശനം നടത്താൻ സാധിച്ചത് ഒരു വലിയ പുണ്യമായിട്ട് കരുതാണ് ഞാൻ. വളരെ നന്നായിട്ടുണ്ട്. നമുക്കിനി അടുത്ത് കാണാം. അങ്ങനെ ഞങ്ങൾ ദുർഗാ പരമേശ്വരി ടെമ്പിളിലെ ദർശനവും കഴിഞ്ഞ് പുറത്തെത്തി. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. നല്ല അമ്പലമായിരുന്നു. നമുക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. വേറൊരു അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ പേര് അനഗുഡെ ഗണപതി ടെമ്പിൾ. നമുക്ക് അമ്പലത്തിനകത്ത് കയറി ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി കാണാം. അനഗുഡെ വിനായക ടെമ്പിൾ ദർശനം കഴിഞ്ഞു. നല്ല ഗണപതി, ഉള്ളിലെ ഗണപതി ഇതുവരെ കണ്ട ഗണപതി ഇങ്ങനെ എനിക്ക് വ്യത്യസ്തമായിട്ട് ഒരു നല്ല ഒരു ഗണപതിയുടെ വിഗ്രഹമാണ്. ദർശനം, അതായത് കാലത്തുള്ള ദർശനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞത് ഇവിടെ അനഗുഡെ വിനായക ടെമ്പിളോടുകൂടി ഞങ്ങൾ ഈ ദർശനം അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വിനായകരുടെ ടെമ്പിളാണ്. നല്ല ഒരു ഗണപതി, നല്ല ഭംഗിയുണ്ട്. അതേസമയം നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ മുൻവശത്തൊക്കെ നല്ല ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ ഉണ്ട്. അതേപോലെ നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. നല്ല ചൂടുള്ള സമയം, ചൂടുള്ള സമയം 1:30 മണിയാണ്. അവസാന പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി അമ്പലത്തിൻ്റെ നട അടയ്ക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഈ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അനഗുഡെ വിനായക ടെമ്പിൾ ദർശനമൊക്കെ കഴിഞ്ഞു. കറക്റ്റായിട്ടൊക്കെ സമയം 1:30 ഊണ് കഴിക്കാനായിട്ട് പാകശാലയിൽ കയറിയിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. അതാണ്
നേരെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മളവിടെ ഒരു റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് റിഫ്രഷായി എന്നിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നേരെ കൊല്ലൂരിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പിൽ, അതായത് കൊല്ലൂർ ട്രിപ്പിൽ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഇപ്രാവശ്യമാണ് ഞങ്ങളെ കൊണ്ട് സാധിച്ചത്. ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. ഞങ്ങളിവിടെ എത്തി. റൂമിലേക്ക് വന്ന് ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് എന്താ ഈ റെസിഡൻസിൻ്റെ പേര്? ജ്യോതിസ് റെസിഡൻസി. ഞങ്ങളിവിടെ എത്തി. ഇതാ ഫ്രഷായി. ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, അതാ കണ്ടോ, ആ പോകുന്നതാണ് അമ്പലത്തേക്കുള്ള വഴിയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അത്ര അടുത്താണ്. ഇവിടുന്ന് കാണാം നന്നായിട്ട്. ഇത് ഈ റൂമിൻ്റെ ബാൽക്കണി. ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പലത്തേക്ക് പോകുന്ന വഴി കാണാം. ഏകദേശം ഒരു 300 മീറ്റർ നടന്നു പോകാനുള്ള ദൂരം. അങ്ങനെയാണ് ഈ റൂം ഇവിടെ എടുത്തത് ഞങ്ങൾ. ചെറിയ ക്ലിപ്സ് ഒക്കെ ദർശനമൊക്കെ കഴിഞ്ഞു. നല്ല ദർശനമായിരുന്നു. നന്നായിട്ട് തൊഴാൻ പറ്റും. ദീപാരാധന സമയം നന്നായി തൊഴുതു. ഇതാ പുറത്തിറങ്ങി. അങ്ങനെ ആദ്യത്തെ കുറേ കാലങ്ങളായിട്ടുള്ള മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഇന്ന് ഞങ്ങൾ കാണിച്ചു. സന്തോഷം. ഞങ്ങൾ തൊഴിൽ പുറത്ത് വന്നു കഴിഞ്ഞു. നേരെ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ജ്യോതിസ് റെസിഡൻസി. ഈ ക്ഷേത്രത്തിലും എന്താ പറയുക, ആ ഹോട്ടലിലും മാക്സിമം നടന്നു വരാൻ 2 മിനിറ്റ് സമയമാണ് ഞങ്ങൾ എടുത്തത്. അതുകൊണ്ട് വളരെ അടുത്താണ്. ഇപ്പോൾ രാത്രിയിൽ വൈകുന്നേരം ദർശനം കഴിഞ്ഞു. ഞങ്ങളിനി നാളെ രാവിലെയും വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ വന്ന് ഒന്ന് തൊഴണം. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് കയറിക്കൊണ്ടാക്കി. ഹായ്, അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇന്നലെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചെറിയൊരു ക്ലിപ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് സൺഡേ കാലത്ത് നേരത്തെ എണീറ്റു. 6-6:30 മണിക്കൊക്കെ എണീറ്റ് ഞങ്ങൾ അമ്പലത്തിലെത്തി. നല്ല ദർശനം ഒന്ന് നന്നായി കണ്ടു, തൊഴാൻ പറ്റി. കാരണം തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം. അമ്പലത്തിൽ എപ്പോഴും തിരക്കാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ. പക്ഷേ ദർശനം കാണാനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരു ഡയറക്റ്റ് ദർശനം എന്നുള്ളൊരു ദർശനമാണ് ഞങ്ങൾ പോയിട്ട് വന്നത്. അത് 500 രൂപ ടിക്കറ്റിൽ 2 പേർക്ക് സുഖമായി പോയി കാണാം. മൂന്നാമത് ഒരാളുണ്ടെങ്കിൽ ഒരു 800 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആൾക്കും 800 റുപ്പീസിന് 3 പേർക്ക് ഡയറക്റ്റ് ദർശൻ കണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. ആ ദർശനമാണ് ഞങ്ങൾ കണ്ടത്. അതിൽ വളരെ തൃപ്തിയാണ്. ദർശനം തൃപ്തികരമായൊരു ദർശനം. നന്നായിട്ട് തൊഴാനും പറ്റി. ഒരു അരമണിക്കൂർ സമയം എല്ലാം കണ്ട് നന്നായി തൊഴുത് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ തിരക്കിനെ പറ്റി പറയേണ്ട കാര്യമില്ല. നല്ല തിരക്കാണ്, വെക്കേഷനാണ്, അതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ദേവിയെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പ്രസാദം, അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കൗണ്ടർ, ഒരു 2-3 കൗണ്ടറുണ്ട്, പ്രസാദം കൗണ്ടർ. അവിടെ ചെന്ന് ഒരു കുങ്കുമാർച്ചന, സഹസ്രനാമ കുങ്കുമാർച്ചനയും അതേപോലെ ഒരു സേവാ സെറ്റ്, സങ്കല്പ സേവാ സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പൂജ, അതും ഞങ്ങൾ ചെയ്തു. അതൊക്കെ ചെയ്ത് അതിൻ്റെ പ്രസാദങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പ്രസാദങ്ങളൊന്നും തുറന്നിട്ടില്ല, കുങ്കുമം മാത്രം എടുത്തു.
കുറിയിട്ടു. ബാക്കിയുള്ള പ്രസാദങ്ങളൊക്കെ അത് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടുത്തെ പറയാനായിട്ട്? കാരണം അവിടെ ഇപ്പോൾ നമ്മൾ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നടക്കുന്നത് അത്രയ്ക്കൊരു സുഖകരമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എല്ലാം നന്നായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. വെക്കേറ്റ് ചെയ്ത് ചെന്നൈയിലേക്ക് തിരിച്ച്. അപ്പോൾ ഇതാണ് ഈ റൂമിലാണ് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് 2 ദിവസമായിട്ട് താമസിച്ചത്. കരക്കടില്ല, ഒരുവിധം നല്ല എല്ലാ തരത്തിലും നല്ലൊരു റൂമാണ്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ AC റൂം തന്നെയാണ്, നന്നായിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല സൗകര്യമുള്ള നല്ല ഒരു റെസിഡൻസി തന്നെയാണ് ജ്യോതിസ്. പക്ഷേ ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സീസൺ ആയതുകൊണ്ടായിരിക്കാം, എല്ലാവരും കിട്ടുന്നത് എന്തും കഴിച്ച് തൃപ്തിയായിട്ട് പോകണം എന്നുള്ള മട്ടാണ്. കാരണം ഇവിടെ ഫുഡ് നിറയെ വെറൈറ്റി ഓർഡർ ചെയ്തിരുന്ന് കഴിക്കാനൊന്നും ഇവിടെ ഇപ്പോൾ സൗകര്യമില്ല. അത് വെക്കേഷൻ ആയതിനാലായിരിക്കാമെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഇന്ന് കാലത്ത് ചെന്നപ്പോൾ പുട്ടും ഇഡ്ഡലി ആയിരുന്നു, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അത് തന്നെ കഴിഞ്ഞു. 15 മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്യണം. വിറകടുപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല തൃപ്തിയായിട്ട് വന്ന് നമ്മുടെ പ്രധാന ഉദ്ദേശം അമ്പലം ദർശനം അതൊക്കെയല്ലേ, അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ടും വളരെ തൃപ്തികരമായൊരു മൂകാംബിക ദർശനം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എന്തായാലും ഈ ഒരു വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഞങ്ങൾ ചെന്നൈയിലേക്കാണ്, വീണ്ടും കാണാം. ഞങ്ങളിവിടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സൗപർണിക റിവർ, അതായത് സൗപർണിക പുഴയുടെ തീരത്താണിപ്പോൾ. ഒന്ന് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെയും കൂടെ ഒന്ന് കയറി സൗപർണികയിൽ കാലൊക്കെ നനച്ച് കുറച്ച് നേരം അതിൻ്റെ ആ ഒരു കുളിരും ആസ്വദിച്ച് നമുക്ക് തിരിച്ച് ചെന്നൈയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങളുടെ മാംഗ്ലൂർ ട്രിപ്പ് അവസാനിച്ചു. ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് ശേഷം റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാംഗ്ലൂർ സ്റ്റേഷനിൽ ഒരു 2 മണിയാകുമ്പോൾ എത്തി. അവിടെ അടുത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഒരു 1 അവർ സമയം വെറുതെ ഇരിക്കാനുണ്ടായിരുന്നു. അവിടെ ഒരു AC റൂമിൽ, അവിടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു. ഒരു 30 rupees for 1 hour. ഞങ്ങളവിടെ ഒരു 1 hour അവിടെ ചിലവഴിച്ചു. നേരെ 4:55 ഞങ്ങളുടെ വണ്ടി വന്നു, കയറി തിരിച്ച് ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ വെക്കേഷനിൽ മാംഗ്ലൂർ ട്രിപ്പ് വളരെ ജോളിയായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ ലൈക്കും കമൻസും ഒക്കെ തരിക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.